ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൻ ആരടാ? ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ചോദ്യം. ദിയാകൃഷ്ണയാണോ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നത്, അതോ അനന്തു ആണോ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നത്? സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഉപ്പും മുളക് ലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു ചാനലിലൂടെ ഈ ഒരു ലേഡി പങ്കുവെച്ച ഒരു വീഡിയോ ഉണ്ട്. അവർ OBYOC എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഒരു ജ്വല്ലറി ഓർഡർ ചെയ്യുകയും സാധനം കയ്യിൽ കിട്ടിയപ്പോഴേക്കും അത് ഡാമേജ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. അതിനകത്ത് കല്ലില്ല, അതുപോലെ തന്നെ ഒരു കമ്മലുമില്ല, അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. അപ്പോൾ അവർ കാശ് കൊടുത്ത് വാങ്ങിച്ച സാധനം ആയതുകൊണ്ട് തന്നെ അവർക്കത് റീഫണ്ട് ചെയ്ത് കിട്ടണം, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്ത് കിട്ടണം. അപ്പോൾ അവർ OBYOCനെ തന്നെ കോൺടാക്ട് ചെയ്തിട്ട് ഇവർക്ക് ആകെ കിട്ടിയ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത്, നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ അയച്ചു തരൂ എന്നുള്ളതായിരുന്നു. ഇവരുടെ കയ്യിലാണെങ്കിൽ ഓപ്പണിംഗ് വീഡിയോ ഇല്ല, ഓപ്പൺ ചെയ്തതിന് ശേഷമുള്ള വീഡിയോയാണ് ഇവരുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇവർ ചതിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നാലെ റിയാക്ഷൻ വീഡിയോസ് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ അനന്തു എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഭയങ്കര ഹേർട്ടായി എന്ന് പറഞ്ഞിട്ട് ഈ OC എന്ന് പറയുന്ന ദിയാകൃഷ്ണ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്കത് വളരെ ഹേർട്ടായി, അവർക്കത് മോശമായിട്ട് തോന്നി എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പിന്നാലെ ഒരു 5 മണിക്കൂറിന് ശേഷം അനന്തുവിൻ്റെ ചാനലിൽ നിന്ന് ഈ ഒരു റിയാക്ഷൻ വീഡിയോ ഡിലീറ്റായി. എങ്ങനെ ഡിലീറ്റായി എന്ന് ചോദിച്ചാൽ, കേരള പോലീസ് നേരിട്ട് വീട്ടിലെത്തി അത് ഡിലീറ്റ് ചെയ്യിച്ചു എന്നാണ് അനന്തുവിൻ്റെ ചാനലിലൂടെ തന്നെ നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ആരുടെ ഭാഗത്താണ് തെറ്റ്? സത്യം പറഞ്ഞാൽ നമ്മൾ ആദ്യം തൊട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു OBYOCൻ്റെ ഇൻസ്റ്റഗ്രാം പേജ്, അതിൽ വെണ്ടക്കാ മുഴുപ്പിൽ എഴുതി വെച്ചിട്ടുള്ളൊരു കാര്യമാണ് ഓപ്പണിംഗ് വീഡിയോ മസ്റ്റാണ് എന്നുള്ളൊരു കാര്യം. ആ ഒരു സ്ഥിതിക്ക് കസ്റ്റമർ എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തമല്ലേ ആ ഒരു ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വെക്കേണ്ടത്? കാരണം അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്കിനി അതിന് റീഫണ്ടോ റീപ്ലേസോ ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം വേണമെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതെടുത്ത് വെക്കാത്തത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലേഡീൻ്റെ ഭാഗത്ത് വന്ന ഒരു തെറ്റ് തന്നെയാണ്. ഓപ്പണിംഗ് വീഡിയോ എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു കൊറിയർ ഓപ്പൺ ചെയ്യുമ്പോൾ തുടക്കം മുതലുള്ള ഒരു വീഡിയോ തന്നെ അവർക്ക് എടുത്ത് അയച്ചു കൊടുക്കണം. അല്ലാതെ അത് ഓപ്പൺ ചെയ്തതിന് ശേഷമുള്ള വീഡിയോ അല്ല അവർ ഉദ്ദേശിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഒരു ഡാമേജഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും, എനിക്ക് റീപ്ലേസ് ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട്. അല്ലാതെ തന്നെ നമുക്കതിന് യൂസ് ചെയ്തതിന് ശേഷം ഇതെനിക്ക് ഡാമേജ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് കിട്ടിയത് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ക്ലെയിം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് ഇവർ അൺബോക്സിങ് വീഡിയോ തന്നെ ചോദിക്കുന്നത്. അപ്പോൾ അത് ഓൾമോസ്റ്റ് നമ്മൾ ഏത് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചാലും അവർ നമ്മളോട് ഈ ഒരു അൺബോക്സിങ് വീഡിയോ ചോദിക്കും. കാരണം അവർ ബിസിനസ് നടത്തുന്നത് ലാഭത്തിന് വേണ്ടി തന്നെയാണ്, അല്ലാതെ അവരിതൊരു പുണ്യപ്രവൃത്തിയായിട്ട് എടുത്തിരിക്കുകയൊന്നുമല്ലല്ലോ, അവർക്ക് ലാഭം കിട്ടണ്ടേ. അങ്ങനൊരു വീഡിയോ ഈ ഒരു ലേഡിയുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ OBYOC ഇതിന് റീഫണ്ട് ചെയ്യാൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ വേണേൽ കൺസ്യൂമർ കോർട്ടിൽ പോയിട്ട് ഇവർക്ക് ക്ലെയിം ചെയ്യായിരുന്നു. പക്ഷെ ഇവരുടെ കയ്യിൽ അങ്ങനൊരു വീഡിയോ ഇല്ല. ആ ഒരു സ്ഥിതിക്ക് നമ്മളിപ്പോൾ ഇങ്ങനെ OBYOC എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിനെ വിമർശിച്ചുകൊണ്ട് കുറേ റിയാക്ഷൻസ് പറഞ്ഞിട്ടോ അവരെ കുറേ ചീത്ത പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പോൾ നമ്മൾ ഒന്നും അറിയാതെ ഒരാളെയും അയാളെ വളർത്തിക്കൊണ്ട് വന്ന ഒരു ബ്രാൻഡിനെയും വെറുതെ അതും ഇതുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും അത് ഹേർട്ടാവും. പിന്നെ ദിയാകൃഷ്ണ അധികാരം ഉപയോഗിച്ചിട്ട് അനന്തുവിനെ കൊണ്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു എന്ന് പറയുന്ന ഒരു കാര്യം അനന്തു ഓൾറെഡി കൺവേ ചെയ്തൊരു കാര്യമാണ്. പേടിച്ചിട്ടൊന്നും അല്ല വീഡിയോ ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്, മറിച്ച് ഇനിയൊരു പ്രശ്നം വേണ്ട, ഇതിൻ്റെ പേരിലൊരു പ്രശ്നം വേണ്ട, അത്തരം ഒരു സിറ്റുവേഷനിലായിരുന്നത് കൊണ്ടാണ് എന്നുള്ളത്. പക്ഷെ അങ്ങനെ ഒരു അധികാരത്തിനും മറ്റൊരാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും കടിഞ്ഞാണിടാനോ താഴിട്ട് പൂട്ടാനോ ഉള്ള ഒരു അധികാരവും ഒരു അവകാശവും ഈ ഒരു ഇന്ത്യൻ മഹാരാജ്യത്തില്ല. നമുക്ക് ഏത് കാര്യത്തിൽ വേണമെങ്കിലും എന്തിനെക്കുറിച്ച് വേണമെങ്കിലും അഭിപ്രായം പറയാൻ വേണ്ടി സാധിക്കും, അതിനുള്ള എല്ലാ അവകാശവും നമുക്കുണ്ട്. പക്ഷെ അതൊരിക്കലും മറ്റുള്ളവരെ ദ്രോഹിക്കാനോ അവരെ അപകീർത്തിപ്പെടുത്താനോ അവരെ മാനഹാനിപ്പെടുത്താനോ ആയിരിക്കരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിയമത്തിൻ്റെ മുമ്പിൽ നമ്മളും തെറ്റുകാരായിട്ട് മാറുകയുള്ളൂ.